ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. ഇഗ്നോയുടെ 2026 ജൂലൈ സെഷൻ റീ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ്. ഇപ്പോഴത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 15 വരെ ഇഗ്നോ റീ രജിസ്ട്രേഷൻ പ്രോസസ്സ്, അതിൻ്റെ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ്, അതുപോലെ ഇയർ വൈസ് പ്രോഗ്രാംസ് എല്ലാവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ആർക്കൊക്കെ റീ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് സംശയം ഉണ്ടായിരിക്കും. റീ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഇയറിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ, അഡ്മിഷൻ എടുത്തപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ റീ രജിസ്ട്രേഷനും ഓൺലൈനാണ്. ഇനി വീണ്ടും നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വീണ്ടും അപ്ലോഡ് ചെയ്യണോ, അതുപോലെ രജിസ്ട്രേഷൻ ഫോം ചെയ്യണോ, അതൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൽ പോയി കഴിഞ്ഞാൽ അവിടെ റീ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. കമ്പൽസറി സിലബസുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇലക്റ്റീവ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്യുക. ശേഷം നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് പേയ്മെൻറ്റ് ചെയ്യുക. യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എത്രയാണോ പേയ്മെൻറ്റ് ചെയ്തത് അതിൽ നിന്നും രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും ആയിട്ടുള്ള 700 രൂപ മൈനസ് ചെയ്തിട്ടുള്ള ഒരു ഫീ ആയിരിക്കും റീ രജിസ്ട്രേഷന് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് അടയ്ക്കേണ്ടത്. മാത്രമല്ല അതിൽ നിങ്ങൾക്ക് ഒരു 50% ഡിസ്കൗണ്ട് വരെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റഡ് ഫോമല്ല, അത് മറിച്ച് നിങ്ങൾ അതൊരു PDF രൂപത്തിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് മതി എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫീയിൽ നിന്നും വീണ്ടും 15% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ജൂലൈ 15 മുന്നോടിയായിട്ട് നിങ്ങളെല്ലാവരും റീ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസും അതുപോലെ ഇയർ വൈസ് പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് സെക്കൻഡ് ഇയറിലോട്ടും സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് സെക്കൻഡ് സെമസ്റ്ററിലോട്ടും തേർഡിലോട്ടും ഫോർത്തിലോട്ടും ഒക്കെ എന്ത് ചെയ്യുക, റീ രജിസ്ട്രേഷൻ ചെയ്യാം. നിങ്ങളൊരു ജനുവരി സെഷനിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് 2026 ജനുവരി സെഷനിൽ എടുത്തവർക്ക് ഇപ്പോൾ ഈ ജൂലൈ ഈ ഒരു സമയത്ത് സെക്കൻഡ് സെമസ്റ്ററിലോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ 2025 ജൂൺ സെഷനിൽ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്തവർക്ക് 2026 ഈ ജൂലൈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റീ രജിസ്ട്രേഷൻ സെക്കൻഡ് ഇയറിലോട്ട് ചെയ്യണം. അതിൻ്റെ മുന്നോടിയായിട്ട് രജിസ്ട്രേഷൻ അഡ്മിഷൻ എടുത്തവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡ് ഇയറിലോട്ടും തേർഡ് ഇയറിലോട്ടും ഒക്കെ ഈ സമയത്ത് എന്ത് ചെയ്യാം, റീ രജിസ്ട്രേഷൻ ചെയ്യാം. അവരുടെ ആ പ്രീവിയസ് ഇയർ പീരീഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ ഈ ഒരു റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രവേശനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ട് ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയിട്ടില്ല, അപ്പോൾ ഞാൻ റീ രജിസ്ട്രേഷൻ ചെയ്യണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം സെക്കൻഡ് ഇയറിൻ്റെ കൂടെ എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ളൊരു എക്സാമിൻ്റെ സമയത്ത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷമോ അല്ലെങ്കിൽ 6 മാസമോ നിങ്ങളുടെ ഈ ഒരു അക്കാദമിക് ഇയറിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മാത്രമല്ല പിന്നീട് അത് നിങ്ങൾക്ക് ഒരു ഈ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലൊക്കെ ഒരു ഡിലേ വരാൻ സാധ്യത യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റീ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങളുടെ പീരിയഡ് ഈ ഒരു കോഴ്സിൻ്റെ പീരിയഡ് പൂർണ്ണമായിട്ട് നിങ്ങൾ ആ ഒരു ടൈം പീരിയഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.